Hello students, welcome to Masterminds Education online classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 24 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാവരും ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 25ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 6 സബ് പാർട്സ് ഉണ്ട്. അതിൽ എന്താണ് ചെയ്യേണ്ടത്? അറ്റംപ്റ്റ് എനി 4 സബ് പാർട്സ് ഫ്രം ദ A to F. A to F ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The unit vector in the direction of the vector A is equal to 2i cap plus j cap plus 2k cap is dash. അതായത് ഒരു വെക്ടർ തന്നിട്ടുണ്ട്, വെക്ടർ എ, ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അത് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ അല്ലേ? എന്താണ് ഇവിടെ നോക്കിക്കേ. വെക്ടർ എ പറയുന്നത് 2i cap plus j cap plus 2k cap. ദെൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ എന്താ കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? 2² plus 1² plus 2² which is equal to 9 is equal to 3. ദെൻ പിന്നെ നമുക്കറിയാം യൂണിറ്റ് വെക്ടർ കാണാൻ, ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ എന്താണ് ഇക്വേഷൻ? a cap is equal to വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ അല്ലേ? a cap is equal to വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അറിയില്ലേ എല്ലാവർക്കും? അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുവച്ചിട്ടുണ്ട്, ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഓക്കെ, ദെൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് 2/3i plus 1/3j plus 2/3k കേട്ടോ. അപ്പോൾ യൂണിറ്റ് വെക്ടർ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുക? a cap is equal to 2/3i plus 1/3j cap plus 2/3k cap. ഓക്കെ, സിമ്പിൾ അല്ലേ? 1 മാർക്കൊക്കെ എല്ലാവർക്കും ഇതിനൊരു ക്വസ്റ്റ്യൻ വന്ന 1 മാർക്ക് എല്ലാവർക്കും കിട്ടില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബി ക്വസ്റ്റ്യൻ എന്താണ്? the 3 coordinate planes divide the whole space into 8 parts called dash. അതായത് 3 coordinate planes എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? xy plane, yz plane and xz plane അല്ലേ? ഇതല്ലേ 3 പ്ലെയിൻസ് 3D വരുമ്പോൾ. അതിനെ 3 കോർഡിനേറ്റ് പ്ലെയിൻസിനെ നമ്മൾ എന്താണ് ഡിവൈഡഡ് ദ ഹോൾ സ്പേസ് ഇൻറ്റു 8 പാർട്സ്. നമ്മൾ 8 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ആ ഹോൾ സ്പേസിനെ 8 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരെന്താണ്? അതായത് എങ്ങനെയാ എന്താ പറയാ, 3D വരുമ്പോൾ xy പ്ലെയിൻ, yz പ്ലെയിൻ, xz പ്ലെയിൻ. ഇതിൽ 3 മേലെ 4 ക്വാഡ്രൻസ് ഉണ്ടാവും, താഴെ 4 പാർട്സ് ഉണ്ടാവും അല്ലെ? മേലെ 4 പാർട്സ്, താഴെ 4 പാർട്സ്. അപ്പോൾ എന്താണ് 8 പാർട്സ് ഉണ്ടാവും ടോട്ടൽ. അപ്പോൾ അതിനാ പറയുന്ന പേരെന്താണ്? 2Dയിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു ക്വാഡ്രൻസ് ഉണ്ട്. അപ്പോൾ 3Dയിലാകുമ്പോൾ എന്തായിരിക്കും? ഒക്ടൻസ്. ഓക്കെ, 3Dയിലായിരിക്കുമ്പോൾ അതിന് അതായത് 3 കോർഡിനേറ്റ് പ്ലെയിൻസ് ഡിവൈഡ് ദ ഹോൾ സ്പേസ് ഇൻറ്റു 8 പാർട്സ്. അപ്പോൾ എന്തായിരിക്കും? അതിന് ആ 8 പാർട്സിനെ പറയുന്ന പേരാണ് ഒക്ടൻസ്. 2Dയിലാകുമ്പോൾ 4 പാർട്സ് ഉണ്ടായിരിക്കും, അതിനെ പറയുന്ന പേരാണ് എന്ത്? ക്വാഡ്രൻസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെക്ടർ എ മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തായിരിക്കും ആൻസർ കിട്ടുക? ഇവിടെ നോക്കിക്കേ. വെക്ടർ എ മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ദെൻ അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഈ മൈനസ് ബി കൊണ്ട് വെക്ടർ എനെ വെക്ടർ ബിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ ബി. അപ്പോൾ ഇവിടെ നോക്കിക്കേ. വെക്ടർ എ ക്രോസ് വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? ഒരു വെക്ടറിൻ്റെ സെയിം വെക്ടറിൻ്റെ എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? 0 എന്നാണ് കിട്ടുക. അപ്പോൾ വെക്ടർ എ ക്രോസ് വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? 0. ദെൻ വെക്ടർ എ ക്രോസ് വെക്ടർ ബി മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. ഇവിടെ എന്ത് വരും? മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ ബി. ഇവിടെ വെക്ടർ ബി ക്രോസ് വെക്ടർ ബി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ദെൻ ഈ വെക്ടർ ബി ക്രോസ് വെക്ടർ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് എഴുതിക്കൂടെ? വെക്ടർ ബി ക്രോസ് വെക്ടർ എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? വെക്ടർ ബി ക്രോസ് വെക്ടർ എ എഴുതി കഴിഞ്ഞാൽ എ ക്രോസ്
വെക്ടർ ബി മൈനസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് എഴുതാം. അതാണ് ഇവിടെ ഒരു മൈനസ് വന്നിട്ടുള്ളത്, മൈനസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ രണ്ട് മൈനസും കൂടെ അത് പ്ലസ് ആയിട്ട് ഇങ്ങനെ കിട്ടും. വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി രണ്ടും സെയിം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ആൻസർ കിട്ടുക? വെക്ടർ എ മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് ആൻസർ എത്രയാണ്? 2 ഇൻറ്റു വെക്ടർ എ ക്രോസ് 2 ഇൻറ്റു വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യൻ എന്താണ്? The vector equation of the plane passing through the points 2, -3, 4 and perpendicular to the line with the direction ratios 1, 3, -2 is. Question എന്താണ്? Equation of the vector equation of the plane ആണ് കാണാൻ പറഞ്ഞത്. ഒരു പ്ലെയിനിന്റെ വെക്ടർ ഇക്വേഷൻ എന്തൊക്കെ കണ്ടീഷൻ തന്നിട്ടുള്ളത്? ആ പ്ലെയിൻ എന്താണ്? പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, -3, 4 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ആ പ്ലെയിന്. അതുപോലെ തന്നെ ആ പ്ലെയിന് ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ആ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്. എന്താണ്? 1, 3, -2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആ പ്ലെയിനിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? ഇവിടെ നോക്കിക്കേ, വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഈക്വൽ ടു വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എൻ ഈക്വൽ ടു 0 അല്ലേ? അത് വെക്ടർ എ എന്ന് പറയുന്നതാണ് നമ്മൾ ആ പോയിന്റ്, നമ്മൾ ആ പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ? ആ പോയിന്റിലൂടെയാണ് നമ്മൾ പ്ലെയിൻ പാസ് ചെയ്യുന്നത്, ആ പോയിന്റ്. ഓക്കെ, അപ്പോൾ വെക്ടർ എ ഈക്വൽ ടു 2i മൈനസ് 3, അതിനെ നമ്മൾ വെക്ടർ ഫോമിലേക്ക് എഴുതുമ്പോൾ 2i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് എന്ന് കിട്ടും. ദെൻ ഞാൻ പറഞ്ഞു ആ പ്ലെയിൻ എങ്ങനെയാണ്? നമ്മൾ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ പ്ലെയിൻ പോണത് അല്ലേ? അപ്പോൾ അതെന്ത് കിട്ടും? ആ ലൈൻ എന്ത് കിട്ടും? വെക്ടർ n is equal to അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടായിരുന്നു 1, 3, -2 എന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെക്ടർ n is equal to വെക്ടർ i പ്ലസ് 3 വെക്ടർ n is equal to i ക്യാപ് പ്ലസ് 3j ക്യാപ് മൈനസ് 2k ക്യാപ്. ഓക്കെ, അപ്പോൾ ഇതിൽ വെക്ടർ എയും കിട്ടി, വെക്ടർ എന്നും കിട്ടി. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ പോരെ? ഇക്വേഷൻ ഓഫ് ദ പ്ലെയിനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ ഇത് കിട്ടും. ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ മൈനസ് വെക്ടർ എ 2i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് ഇൻറ്റു അല്ലെങ്കിൽ ഡോട്ട് i ക്യാപ് പ്ലസ് 3j ക്യാപ് മൈനസ് 2k ക്യാപ് ഈക്വൽ ടു 0 എന്നുണ്ട്. ഇതാണ് എന്ത്? നമ്മളെ പ്ലെയിനിൻ്റെ വെക്ടർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്ലെയിനിൻ്റെ ഗിവൺ കണ്ടീഷൻ തന്നിട്ടുള്ളത്? പാസിംഗ് ത്രൂ ദ പോയിന്റ്, പ്ലെയിൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റാണ് 2, -3, 4. അതുപോലെ തന്നെ ആ പ്ലെയിൻ എന്താണ്? ഒരു ലൈനിന് പെർപെൻഡിക്കുലറും ആണ്. ആ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് വെക്ടർ ഇക്വേഷൻ എഴുതാം. അപ്പോൾ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ, ദ ഇന്റർസെപ്റ്റ് ഓഫ് ദ പ്ലെയിൻ 2x minus 3y plus 5z minus 30 is equal to 0 on the z axis is. അതായത് ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 2x minus 3y plus 5z minus 30 is equal to 0. അതിൻ്റെ z ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് ഫോമിൽ ചെയ്യാം. ഞാനിവിടെ ആദ്യം എന്ത് ചെയ്തു? ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ, അതായത് ഇന്റർസെപ്റ്റ് ഫോമിലുള്ള ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോമിലുള്ള ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ എന്താണ്? x/a plus y/b plus z/c is equal to 1 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമ്മളെ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ 1 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മൊത്തം 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 2x/30 മൈനസ് 3y/30 പ്ലസ് 5z/30 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ കട്ട് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ x/15 എന്ന് കിട്ടും, 3y/30 എന്ത് കിട്ടും? y/10 എന്ന് കിട്ടും, 5z/30 എന്ത് കിട്ടും? z/6 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഇതിലുള്ള എ ബി സി എന്ന് പറയുന്നതാണ് അതിൻ്റെ, ഇത് എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ്, ഇത് വൈ ഇൻ്റർസെപ്റ്റ് ആൻഡ് ഇത് ഇസഡ് ഇൻ്റർസെപ്റ്റ് അല്ലേ? അപ്പോൾ ഇതിന്ന് എന്ത് കിട്ടും? ഇസഡ് ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് കിട്ടും? 6 എന്ന് കിട്ടില്ലേ? ദ ഇൻ്റർസെപ്റ്റ് ഓൺ ദ ഇസഡ് ആക്സിസ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും അല്ലേ? ആദ്യം ഞാൻ നമുക്ക് തന്ന ഇക്വേഷൻ എങ്ങനെയാണ് പ്ലെയിനെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. അതായത് x/a പ്ലസ് y/b പ്ലസ് z/c എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ നമുക്കറിയാം എ ബി സി എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റ്, ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ്, സി എന്ന് പറയുന്നത് സെഡ് ഇൻ്റർസെപ്റ്റ്, സെഡ് ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റ്, അതായത് സെഡ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഈ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെഡ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. ഓക്കെ, സോ ഇൻ്റർസെപ്റ്റ് ഓൺ ഇസഡ് ആക്സിസ് ഈക്വൽ ടു 6. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? നമ്മളെ പ്ലെയിൻ്റെ ഇക്വേഷൻ എത്രയാണ്? 2x മൈനസ് 3y പ്ലസ് 5z ഇസ് ഈക്വൽ ടു 30. ഇവിടെ ഇസഡ് ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക? എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ബാക്കി എന്തുണ്ടാവും? 5z ഇസ് ഈക്വൽ ടു 30 എന്നുണ്ടാവില്ലേ? സോ z ഇസ് ഈക്വൽ ടു 30/5 വിച്ച് ഇസ് ഈക്വൽ ടു z ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ സെഡ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യില്ല എല്ലാവരും? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ എഫ് ക്വസ്റ്റ്യൻ എന്താണ്? ദ കാർട്ടീഷ്യൻ ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു 3i cap plus 4j cap minus 2k cap plus lambda into i cap minus j cap plus minus 3k cap is. അതായത് ഒരു ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കാർട്ടീഷ്യൻ ഫോമാണ് കാണേണ്ടത്. ഓക്കെ, ഇതെന്താണ്? ഇത് വെക്റ്റർ ഇക്വേഷൻ ആണ്. സോ നമുക്ക് അതിൻ്റെ ആ ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ കാണണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം? ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കുക? ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ ദ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി അല്ലേ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് ഇതാണ്. അതെല്ലാവർക്കും അറിയില്ലേ? വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇക്വേഷനിൽ നമ്മൾ ഗിവൺ ഇക്വേഷനിൽ വെക്റ്റർ എയും തന്നിട്ടുണ്ട്, വെക്റ്റർ ബിയും തന്നിട്ടുണ്ട്. വെക്റ്റർ ഇക്വേഷൻ അല്ലേ തന്നിട്ടുള്ളത്, അതിന് കാർട്ടീഷ്യനിലേക്ക് ആക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ വെക്റ്റർ എയും തന്നിട്ടുണ്ട്, വെക്റ്റർ ബിയും തന്നിട്ടുണ്ട്. വെക്റ്റർ എ എന്ന് പറയുന്നത് 3i cap പ്ലസ് 4j cap മൈനസ് 2k cap ആൻഡ് വെക്റ്റർ ബി എന്ന് പറയുന്നത് i cap മൈനസ് j cap മൈനസ് 3k cap. ഓക്കെ, ഇനി എങ്ങനെയാണ് കാർട്ടീഷ്യൻ ഫോമിൽ എഴുതുക? കാർട്ടീഷ്യൻ ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? x മൈനസ് x1 by b1 is equal to y minus y1 by b2 is equal to z minus z1 by b3 അല്ലേ? b1 b2 b3 നമ്മൾ എന്തായിരുന്നു? ഡയറക്ഷൻ റേഷ്യോസ് അല്ലേ? അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അതായത് ഇത് എന്ന് പറയുന്നത് x1 y1 z1, ഇത് b1 b2 b3 അങ്ങനെയല്ലേ ഉള്ളത്? അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? കാർട്ടീഷ്യൻ ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്. സോ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് 3, സോ എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ b1 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ദെൻ ഇസ് ഈക്വൽ ടു y മൈനസ് y1 എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 4, സോ y മൈനസ് 4 ഡിവൈഡഡ് ബൈ b2 എന്ന് പറയുന്നത് മൈനസ് j ആയതുകൊണ്ട് എന്താണ്? മൈനസ് 1, സോ y മൈനസ് 4 ബൈ മൈനസ് 1 is equal to z minus
Z1. ഇവിടെ Z മൈനസ് 2 ആണ്. അപ്പോൾ എന്ത് വരും? Z മൈനസ് 2 എന്നാണ് വരിക. അപ്പോൾ മൈനസും മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പോൾ Z+2 ഡിവൈഡഡ് ബൈ V3 എന്താണ് ഇവിടെ വരിക? -3 ആണ്. സോ ഡിവൈഡഡ് ബൈ -3. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മളെ ലൈനിൻ്റെ പാർട്ടീഷൻ ഫോമിലുള്ള ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 25th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിൽ 6 സബ് പാർട്സ് ഉണ്ടായിരുന്നു. അത് 4 ഡിസ്കസ് ചെയ്തു. അതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.